മിസ്സിന്റെ മക്കൾ എല്ലാരും എക്സാം ഒക്കെ കഴിഞ്ഞ് എത്തിയോ? യെസ്, എത്തിയില്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അടിപൊളിയല്ലായിരുന്നോ? മാക്സിമം നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ആക്ടിവിറ്റി ബേസ്ഡ് ആണ്, കുറെ പിക്ചേഴ്സും ഒക്കെ തന്ന ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോ തന്നെ വാവ് അടിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ. ചാപ്റ്റർ ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നില്ല. ബിക്കോസ് അത്രയും സിമ്പിൾ ആയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു എക്സാം പാറ്റേൺ ആണല്ലോ. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അവൈലബിൾ അല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈസി ആയിരുന്നെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേ. ഒരു ഈസി ആണ്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് പെട്ടെന്ന് അറിയിച്ചേ. യെസ്, എക്സാം ഈസി ആയിരുന്നു. കുറച്ച് കുഴപ്പമില്ല, എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ ഡിഫിക്കൽട്ട് ആണ് തന്നെ വിഷമിക്കണം ആവശ്യമില്ല. നമ്മൾ ക്രിസ്മസ് എക്സാമിന് എന്തായാലും നമ്മൾ ഇനി മുതൽ ചാപ്റ്റേഴ്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെക്ഷൻസ് ആയിട്ട് പാർട്ട് ആക്കിയിട്ട് നമ്മൾ പഠിക്കും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ക്രിസ്മസ് എക്സാം ആകുമ്പോൾ നമുക്ക് ഇതിലേക്കും കൂടുതലായിട്ട് അടിച്ചു പൊളിക്കാം. അതെ, തലേദിവസത്തെ ഒരു കുറച്ച് പരിപാടിയാണ്, പക്ഷെ ക്രിസ്മസിനല്ല, നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ഇതിന് ആൻസേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി തുടങ്ങാം. ആക്ടിവിറ്റി 1. അതെ, ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഒരു പിക്ചർ ഒബ്സർവ് ചെയ്യാണെന്ന് പറഞ്ഞത്. നല്ല ഒരു വയലൊക്കെ ഉള്ള നമ്മുടെ ആരുടെ വില്ലേജ് പോലെയായിരുന്നു? യെസ്, നമ്മുടെ പീലിയുടെ വില്ലേജ് പോലെയുള്ള ഒരു പിക്ചർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ഡൗൺ എനി 3 പെക്യുലാരിറ്റീസ് ഓഫ് ദ വില്ലേജ് ഫ്രം ദ പിക്ചർ. യെസ്, ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഈ വില്ലേജിന്റെ 3 സവിശേഷതകൾ പറയാനാണ് പറഞ്ഞത്. അതന്നെ നോക്കിയാൽ മതി, നോക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും ഇവിടെ? അവിടെ ചെറിയൊരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട് അല്ലെ. താഴെ നിങ്ങൾ നോക്കിയ ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. അവിടെ ആളുകൾ വന്നിട്ട് ഗുഡ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ പച്ചക്കറിയോ ഒക്കെ ആണെന്ന് തോന്നുന്നു പാത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വിൽക്കൊക്കെ ചെയ്യുന്നുണ്ട്. യെസ്, പിന്നെ നിങ്ങൾ നോക്കിയത് ഇവിടെ ഇവിടെ എന്താണ് നടക്കുന്നത്? പ്ലോയിങ് ആണ് നടക്കുന്നത് അല്ലെ. നമ്മുടെ കർഷകർ എല്ലാവരും ഇറങ്ങിയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതാ എന്തുകൂടെ കാണാൻ പറ്റും? കുളത്തിലല്ലേ കുറച്ച് കുട്ടികൾ എല്ലാവരുടെയും എന്ത് ചെയ്യുന്നുണ്ട്? നീന്തൊക്കെ ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അലക്കുന്നുണ്ട്, എല്ലാ പരിപാടികളായിട്ട് അവർ എൻഗേജ്ഡ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻസറിൽ നിങ്ങൾക്ക് എഴുതാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നതെല്ലാം എഴുതാം കേട്ടോ. ഓക്കെ, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. യെസ്, എഴുതാം. അതെ ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ദ മാർക്കറ്റ് ഇൻ പീലീസ് വില്ലേജ്, വാട്ട് ആർ ദ വേസ് ഇൻ യുവർ വില്ലേജ് ടു എക്സ്ചേഞ്ച് ഗുഡ്സ്? യെസ്, പീലിയുടെ വില്ലേജിലെ മാർക്കറ്റ് പോലെ നിങ്ങളുടെ നാട്ടിൽ ഏതൊക്കെ രീതിയിലാണ് എന്ത് സാധനങ്ങളൊക്കെ കൈമാറ്റം ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്? എങ്ങനെയൊക്കെയാണ്? യെസ്, പറഞ്ഞേ. ഓക്കെ, ഒന്ന് നമ്മൾ എങ്ങനെയാണ് പണ്ടത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലേ, ബാർട്ടർ സിസ്റ്റം. അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്പിൾ തരുന്നു, ആപ്പിളിന് പകരമായിട്ട് ഇങ്ങോട്ടേക്ക് എന്തെങ്കിലും ഓറഞ്ച് തരുന്നു. ഓക്കെ, അങ്ങനെ അവിടെ പൈസ ഇടപാടുകളൊന്നുമില്ല. അങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റത്തിലൂടെയും ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലോക്കൽ മാർക്കറ്റ്സിൽ നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ പോയിട്ട് സെയിൽ ചെയ്യാറുണ്ട്. എടുത്തിട്ട് പിന്നെ മാർക്കറ്റിൽ പോയിട്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. നമ്മളെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ എഴുതാവുന്നതാണ്. അപ്പൊ ഫസ്റ്റ് ആക്ടിവിറ്റി ക്ലിയർ അല്ലേ? സെറ്റ് ആണ് അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ആക്ടിവിറ്റി നോക്കിയേ. Which of the following changes does not include in the food pattern of human beings after using ഫയർ ഫോർ കുക്കിംഗ്? അതായത് കുക്കിങ്ങിന് നമ്മൾ ഫയർ ഉപയോഗിച്ച് തുടങ്ങി. ഓക്കെ, ഫയർ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞ ശേഷം ഇതിൽ ഏതാണ് നോട്ട് ഇൻക്ലൂഡഡ് ആണ്? ചിലപ്പോൾ നിങ്ങൾ ഇൻക്ലൂഡ് കണ്ട ഓടിപ്പോയി എന്ത് ചെയ്യും, ഫയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചെന്ന് ഓർത്ത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾ നമ്മൾ ഇതിന്റെ റോസ്റ്റ് നല്ല റോസ്റ്റ് ഒക്കെ ചെയ്ത് അമ്മ ഫുഡ് കുക്ക് ചെയ്ത് തരാറുണ്ടെന്നൊക്കെ ഓർത്ത് എഴുതും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫുഡ് പാറ്റേൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് വരുന്നത്? കുക്ക് ആൻഡ് ഈറ്റ്, ഫയർ വന്ന ശേഷം കുക്ക് ചെയ്യാൻ തുടങ്ങി. റോസ്റ്റ് ആൻഡ് ഈറ്റ്, റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. റൈറ്റ്. ആൻഡ് തന്നെ ബോയിൽ ചെയ്യാൻ തുടങ്ങിയതും എന്ത് ചെയ്യുന്ന ഫയർ കണ്ടുപിടിച്ച ശേഷം. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരാൻ പോകുന്നത്? ഈറ്റ് റോ. നമ്മൾ റോ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അങ്ങനെ പച്ചക്ക് കഴിക്കുന്നില്ലല്ലോ, നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. യെസ്, അപ്പൊ അത് ഈസി ആണല്ലേ, നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അതെ, അതാണ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഈ ആക്ടിവിറ്റിന്റെ ബി ക്വസ്റ്റ്യന് ഒബ്സർവ് ആൻഡ് അറേഞ്ച് ദ കോൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ദ നൊമാഡിക് മാൻസ് യൂസേജ് ഓഫ് ഫയർ. ഓക്കെ, എന്താണ് ഇതൊരു കോൺസെപ്റ്റ് മാപ്പ് ഒന്ന് അറേഞ്ച് ചെയ്യാനാണ്. അങ്ങനെ ചിതറി കിടക്കുകയാണ്, അപ്പൊ അതൊന്ന് ഓർഡർ ആക്കി എടുക്കണം. ഓക്കെ, അപ്പൊ യൂസ് ഓഫ് ഫയർ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് എന്തായിരുന്നു ചെയ്തിരുന്നത്? ദേ ate the burnt meats of dead animals in wildfire. Okay, ഫസ്റ്റത്തെ ഇതാണ്. They ate the burnt meats of dead animals in wildfire. അതിനുശേഷം എന്തിലേക്കാണ് മാറിയത്? Yes, they began to roast and eat roots. റൂട്ട്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയില്ലേ? റോസ്റ്റ് ചെയ്തിട്ട് റൂട്ടൊക്കെ കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം began to roast
ഇതാണ് began to roast and eat fish meat etc. പിന്നെയാണ് ഈ ഫിഷും മീറ്റും ഒക്കെ കഴിക്കാൻ തുടങ്ങിയത് അല്ലേ. പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് എന്ത് ചെയ്തു? യെസ്, they learned to use fire in a controlled manner. പിന്നീടാണ് എന്ത് വന്നത്? ആര് വന്നേ? നമ്മുടെ ഫയർ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. യെസ്, പിന്നീട് ഫയർ ഒക്കെ വന്നു. അങ്ങനെ എന്ത് ചെയ്തു? അവര് കുക്ക് ചെയ്യാന് കുക്ക് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ വന്നാൽ ചെയ്യേണ്ടത് രണ്ട് വട്ടം ഇരുന്ന ക്വസ്റ്റ്യൻ. അതെ, അതാണ് എല്ലാ എക്സാമിനും നിങ്ങൾ അത് തന്നെയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ ഒരൊറ്റ അടിക്ക് നോക്കാതെ ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാം. അതെ, ചിലപ്പോ കാണുമ്പോ വിചാരിക്കും കുറെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നമുക്ക് എഴുതാൻ പറ്റും. അതെ, ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ രണ്ട് ആക്ടിവിറ്റി സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ആക്ടിവിറ്റി 3 പോവുകയാണ്. ഓക്കെ, എത്ര പേര് എഴുതിയിട്ടുണ്ട് ആക്ടിവിറ്റി 3? നമുക്ക് എല്ലാ ആക്ടിവിറ്റി എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 6 ആക്ടിവിറ്റി അല്ലേ? 6 ആക്ടിവിറ്റിയാണ്. യെസ്, 5 ആക്ടിവിറ്റി മതി. എഴുതണ്ട. എത്ര പേര് ആക്ടിവിറ്റി 3 എഴുതി? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒരു ഫയർ ഇമോജി ആക്ടിവിറ്റി 3 എഴുതി ആൾക്കാരുടെ പവർ ഒന്ന് കാണട്ടെ. ഓക്കെ, ഒത്തിരി പേരുണ്ട്, കുറച്ച് പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി 3 എന്താ പറഞ്ഞിരിക്കുന്നത്? വീണ്ടും പിക്ചർ ഒബ്സർവ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ദ സ്റ്റോറേജ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് മെറ്റീരിയൽ ടുഡേ. വാട്ട് വർ ദ വേസ് ഇൻ വിച്ച് നോമാഡ്സ് യൂസ് ടു സ്റ്റോർ എക്സസ് ഫുഡ് പ്രിപ്പയർ നോട്ട്. യെസ്, അപ്പൊ എങ്ങനെയാണ്? നമ്മുടെ നൊമാഡ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരുന്നില്ലേ? അവര് ഫിക്സ് ആയിട്ട് ഒരു സ്ഥലത്തല്ല, അവര് ഇങ്ങനെ അവിടെയൊക്കെ നടക്കുമായിരുന്നു. അപ്പം അവര് യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് എന്താണെന്ന്, എങ്ങനെയാണ് എക്സസ് ഫുഡ് അവര് എങ്ങനെയാണ് സ്റ്റോർ ചെയ്തിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അവരെന്ത് ചെയ്തിരുന്നു? ഒന്ന് ആ എക്സസ് ആയിട്ടുള്ള ഫുഡ് ഡ്രൈ ചെയ്യായിരുന്നു, ഉണക്കായിരുന്നു. ഡ്രൈയിങ് ഫുഡായിരുന്നു ഫസ്റ്റ് ആയിട്ട് അവർ ചെയ്തത്. പിന്നെ അവർ എന്ത് ചെയ്യായിരുന്നു? യെസ്, അത് നാച്ചുറൽ പ്രിസർവേഷൻ ടെക്നിക്സിനൊക്കെ ഉപയോഗിക്കായിരുന്നു. അതായത് സ്മോക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ ഫുഡ് അവിടെ കരുതി വെക്കായിരുന്നു. അങ്ങനെ ബാക്കിയുള്ള ഫുഡൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കായിരുന്നു. പിന്നെ ബറിങ് ഇറ്റ് ഇൻ കൂൾ ഏരിയാസ്. യെസ്, തണുത്തിരിക്കുന്ന സ്ഥലത്തൊക്കെ എന്താണ്, നല്ല തണുപ്പിൽ നിന്നൊരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യായിരുന്നു? കൂൾ ഡൗൺ ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പം 4th ആക്ടിവിറ്റി ഇതാ. Activity 4. Observe the picture given and list the person who are engaged in the monthly wages and daily wages. Monthly wage and daily wage കൂടെ തമ്മിൽ ആരൊക്കെയാണ് മന്ത്ലി വേജ് വാങ്ങുന്നത്, ആരൊക്കെയാണ് ഡെയിലി വേജ് വാങ്ങുന്നതാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? യെസ്, മന്ത്ലി വേജും ഡെയിലി വേജും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ആരൊക്കെയാണ് മന്ത്ലി വേജസിൽ നമുക്ക് ആരൊക്കെ പറയാൻ പറ്റും? യെസ്, ഒന്ന് പോലീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? യെസ്, അവർക്ക് എന്താണ് ഓരോ മാസം കൂടുമ്പോഴാണ് വേജസ് കിട്ടുന്നത്. അതേപോലെ യെസ്, നമ്മുടെ ഡോക്ടറിന് എങ്ങനെയാണ്? മാസമാണോ അതോ ദിവസമാണോ കിട്ടുന്നത്? ഓരോ മന്ത്ലിയാണ് കിട്ടുന്നത് അല്ലേ? യെസ്, ഡോക്ടർ. പിന്നെ നമുക്ക് ടീച്ചറിന് മാസത്തിലേ കിട്ടുള്ളൂ. അതെ, ഞങ്ങൾക്ക് എന്നും കിട്ടുന്നില്ല, മാസത്തില് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഡെയിലി വേജസ് ആർക്കായിരിക്കും കിട്ടുക? ഇത് 3 നമുക്ക് അറിയാം അല്ലേ? ബാക്കിയുള്ളത് തന്നെ ബാക്കി മറ്റേ സൈഡിൽ 3 എഴുതി അങ്ങനെ എഴുതിയാൽ മതി. അങ്ങനെ ട്രിക്ക് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എക്സാം ഒന്ന് അടിച്ചു പൊളിച്ച് എഴുതാനൊക്കെ. അതെ, അറിയത്തില്ലാത്ത സൈഡിൽ എഴുതാം. ഓക്കെ, അപ്പൊ വുഡ് കട്ടർ ഡെയിലി വേജസ് നമുക്ക് തന്നെ അറിയാം. ഈ വുഡ് കട്ടേഴ്സിനൊക്കെ എങ്ങനെയാണ്? അവർക്ക് ഡെയിലി ഓരോ ദിവസവും ഇങ്ങനെ ദിവസക്കൂലിയാണ് കിട്ടല്. അതേപോലെ ഹെഡ് ലോഡ് വർക്കർ, അങ്ങനെ തലയിൽ ചുമടൊക്കെ ആയിട്ട് നടക്കാറില്ലേ, അവർക്കും എങ്ങനെയാ? അതിനുള്ള ശമ്പളം അവർക്ക് അപ്പൊ തന്നെ കിട്ടും. അതേപോലെ കൺസ്ട്രക്ഷൻ വർക്കർ. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ഷൻ വർക്കിലൊക്കെ പണിയെടുക്കുന്നവർക്കും അവർക്കും എങ്ങനെയാണ്? ഈ ഡെയിലി വേജ് ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയ്മെന്റ്? എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയ്മെന്റ്, യെസ്, ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കുറച്ചും കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അതെ, ജോലി കിട്ടാനല്ലേ. അപ്പം ഒരു വ്യക്തി ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ഷൻ ആവാം, അല്ലാത്ത ഒരു ഇന്റലക്ച്വൽ ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ആവാം. ഇതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, എംപ്ലോയ്മെന്റ് ഇസ് വർക്ക് ഡൺ ബൈ എ പേഴ്സൺ ഫിസിക്കലി ഓർ ഇന്റലക്ച്വലി ഫോർ ഇൻകം. എന്തിനു വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? യെസ്, കുറെ സാധനങ്ങൾ വാങ്ങാനാണ്. ആ സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? യെസ്, ഇൻകം വേണം, വരുമാനം വേണം അല്ലെ? അപ്പൊ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ജോലിയൊക്കെ ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു ദ ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്. യെസ്, ഇത് നമ്മുടെ ടെക്സ്റ്റൈൽ എക്സസൈസിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതില് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ റെഫേഴ്സ് ടു ദ ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് ഏതാണ് പറയല്? സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് നിന്ന് കിട്ടുന്ന ഇൻകത്തിന് നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? യെസ്, ഡിവിഡൻഡ് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ എത്ര പേര് ഇത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്? കറക്റ്റ് ആയിരുന്നോ? ഡിവിഡൻഡ് എന്നാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, സാലറി, പ്രോഫിറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടോ?
കുറച്ച് പേരൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മളിത് ആക്ടിവിറ്റി 4 കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ പീലിയുടെ കഥയിലെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലേ ഇവിടെ. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? പീലി, without good network coverage and Wi-Fi connectivity, how will you play a game? ഈ വൈഫൈയോ നെറ്റ്വർക്ക് ഒന്നും ഇല്ലാണ്ട് നീ എങ്ങനെ കളിക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. How do you be happy without games? If you were in the city, you could have done many things. നീ സിറ്റിയിൽ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യായിരുന്നു നമ്മുടെ പീലിയോട് ഒരു സുഹൃത്ത് പറയാണ്. മറ്റേയാൾ അപ്പം എന്ത് പറഞ്ഞു? I think this place is more interesting than city. വേറൊരാൾ അഭിപ്രായം പറയാണ്, എനിക്ക് തോന്നുന്നത് സിറ്റീനെക്കാട്ടിലും നല്ലത് എന്താണ്? നമ്മുടെ പീലിയുടെ ഗ്രാമമാണെന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ എന്താണ് ക്വസ്റ്റ്യൻ വന്നത്? Haven't you seen the entertainments in Peeli's village? List the name of entertainments in your village. Yes, പീലിയുടെ വില്ലേജിലുള്ള എന്റർടൈൻമെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ നിങ്ങളുടെ വില്ലേജിലും ഇതേപോലെ എന്തൊക്കെ എന്റർടൈൻമെന്റ്സ് ആണ് ഉള്ളതെന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ എന്റർടൈൻമെന്റ്സ് ഉണ്ട് നിങ്ങളുടെ വില്ലേജില്? യെസ്, പറഞ്ഞേ. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ആൺകുട്ടികളുടെ ഒരു പടം എവിടേക്കാണ് ഓടാറ്? യെസ്, കളിക്കാൻ വേണ്ടി, ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകാറുണ്ട് അല്ലേ? അതേപോലെ ഗേൾസും പോകാറുണ്ട്, കബഡി കളിക്കാനോ തൊട്ടുകളി കളിക്കാനോ ഒക്കെ നമ്മൾ പോകാറില്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആക്ടിവിറ്റീസ് ആയിട്ട് ചെയ്താം. പിന്നെ എന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ എന്താ ലോക്കൽ ഫെയർ ഒക്കെ നടക്കാറുണ്ട് അല്ലെ? എക്സിബിഷൻസ് ഒക്കെ പോലെയുള്ള കുറെ യന്ത്രൂനാലയും അങ്ങനെ കളി സാധനങ്ങളൊക്കെ ഉള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ അങ്ങനെയുള്ള ലോക്കൽ ഫെയർ നടക്കാറുണ്ട്, ഉത്സവങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, പിന്നെ എന്താ അടുത്ത് ചോദിച്ചേ? യെസ്, ഇതിന്റെ ബി ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഓൺലൈൻ ഗെയിംസ് ആൻഡ് എന്റർടൈൻമെന്റ്സ് യു ഹാവ് ബീൻ സീൻ ഇൻ പീലീസ് വില്ലേജ്. മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. യെസ്, കമ്പയർ ഓൺലൈൻ ഗെയിംസും പീലിയുടെ വില്ലേജിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിംസ് നമ്മളോടൊന്ന് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും, മെറിറ്റും ഡീമെറിറ്റും നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? യെസ്, ഓൺലൈൻ ഗെയിംസ് കുറച്ച് ഫണ്ണൊക്കെയാണ്. പിന്നെ എവിടെ ആണെങ്കിലും നമ്മൾ ഇപ്പൊ വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് കളിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അല്ലാതെ വില്ലേജിലൊക്കെ കളിക്കുന്ന ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിംസ് എങ്ങനെയാണ്? അത് എല്ലായിടത്തും കളിക്കാൻ പറ്റില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ ഒത്തുകൂടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് 2 കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ എന്താണ് നമ്മുടെ ഓൺലൈൻ ഗെയിംസിലെ ഡീമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ഇല്ല അല്ലേ? മേലനങ്ങാതെ ഇങ്ങനെ ബെഡിലൊക്കെ കിടന്ന് കാണേനെ അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതേപോലെ നമ്മൾ അഡിക്റ്റഡ് വന്നിട്ട് മിസ്സിന് അറിയാം, മിസ്സിന്റെ മക്കൾ ഇങ്ങനെയൊന്നും അല്ലാന്ന്. കൂടുതലും നിങ്ങൾ എന്താണ് വില്ലേജ് എന്റർടൈൻമെന്റ്സിലൊക്കെയാണ് അല്ലേ ഇറങ്ങാറ്? ഓക്കെ, അപ്പം വില്ലേജ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു ഡീമെറിറ്റ് നമുക്ക് എന്ത് നോക്കാം? യെസ്, അതിന്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും. അപ്പൊ ചിലവരെന്താണ് ആരോഗ്യം നല്ലൊരു അടിപൊളിയൊന്നും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? സിമ്പിൾ അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? ആൻസർ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, അടുത്തത് നമുക്ക് ആക്ടിവിറ്റി 6 ഉണ്ട്. ആക്ടിവിറ്റി 6 എന്താണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്? ഫൈബർ യൂസ് ടു മേക്ക് ക്ലോത്ത്സ്. അതായത് ക്ലോത്ത്സ് ഉപയോഗിക്കുന്ന ഏത് ഫൈബർ വെച്ചാണ്? ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്താൽ മതി. നാച്ചുറൽ ഫൈബേഴ്സ് ഒരെണ്ണം ആനിമൽ ഫൈബർ, രണ്ടാമത്തെ ഏതായിരുന്നു? പ്ലാന്റ്സ്. ഒന്ന് ആനിമൽസിൽ നിന്നും മറ്റേത് എവിടെ നിന്നാണ് നമ്മൾ എടുത്തോണ്ടിരുന്നത്? പ്ലാന്റ്സിൽ നിന്നാണ് എടുത്തോണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ ഈ കോട്ടണും ജൂട്ടും പ്ലാന്റ്സിൽ നിന്നാണ് എടുത്തത്. ഓക്കെ, അപ്പൊ അതവിടെ തന്നിട്ടുണ്ട്. ഇനി ആനിമൽ ഫൈബറിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? ഒന്ന് വൂള് അല്ലെ? വൂള്. രണ്ടാമത്തെ ഏതാണ്? സിൽക്ക്. ഓക്കെ, ഇത് 2 ഇവിടെ വരുന്നത് ആനിമൽ ഫൈബറിൽ വരുന്നത്. ഇനി ഏതാണ് വരുന്നത്? നമ്മുടെ പോളിസ്റ്റർ നൈലോൺ ഒക്കെ ഏതാണ് വരുന്നത്? സിന്തറ്റിക് ഫൈബേഴ്സ് ആണ്. ഓക്കെ, നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ക്ലാസ്സിൽ ഉണ്ടല്ലേ? ടെക്സ്റ്റില് നമ്മളെ ടെക്സ്റ്റൈൽ എക്സസൈസിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ടെക്സ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബോക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ബോക്സിൽ അതേപോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്, നൗ നെയിം ദ ഹാൻഡ്ലൂം സെന്റർ ഇൻ കേരള. ഓക്കെ, കേരളത്തിലുള്ള ഹാൻഡ്ലൂം സെന്റർ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എവിടെയൊക്കെ ഉണ്ട്? ബാലപുരം ഇൻ ട്രിവാൻഡ്രം നമ്മൾ ഒരെണ്ണം പഠിച്ചിരുന്നു. പിന്നെ ഏതാണ് പഠിച്ചത്? തൃശ്ശൂർ ഒരെണ്ണം വരുന്നുണ്ട്, കുത്തമ്പുള്ളി തൃശ്ശൂർ വരുന്നുണ്ട്, ആൻഡ് ദെൻ പിന്നെ ഒരെണ്ണം കണ്ണൂർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി. ഓക്കെ, ഫുഡ് ഐറ്റം പൈനാപ്പിൾ. പൈനാപ്പിളിന്റെ നേറ്റീവ് പ്ലേസ് ഏതാണ് നേറ്റീവ് പ്ലേസ്? അറിയാവുന്നവരൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. ആരെങ്കിലും എഴുതിയാൽ നോക്കട്ടെ. ഈ ക്വസ്റ്റ്യന് വളരെ ഈസിയാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെ, ഏതാണ്? പോർച്ചുഗൽ അല്ലെ? പോർച്ചുഗലിൽ നിന്നാണ് എന്ത് ചെയ്തത്? പൈനാപ്പിൾ വന്നിട്ടുള്ളത്. അത് അടിയിലുള്ള നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയത് പീപ്പിൾ ഹു ബ്രോട്ട് ടു ഇന്ത്യ. ആരാണ് ഇത് കൊണ്ടുവന്നത്? പോർച്ചുഗീസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും എന്താണ്? പോർച്ചുഗലിൽ നിന്നായിരിക്കല്ലോ പൈനാപ്പിൾ കൊണ്ടുവന്നത്. അതെ, സിമ്പിൾ ആണ് അത്. Now make the table of food items that came to India as part of exchange of food items. ഓക്കെ, അതായത് ഏതൊക്കെയാണ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ആയിട്ട്, അതായത് ബാർട്ടർ സിസ്റ്റം അങ്ങനെയുള്ള എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റം ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്
വന്നിട്ടുള്ള ഏതൊക്കെ ഫുഡ് ആണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ കുറെ എണ്ണം പഠിച്ചായിരുന്നു. പൈനാപ്പിൾ ഒരെണ്ണം വരുന്നുണ്ട്, മെയ്സ്, നമ്മുടെ Maize ചോളം, വരുന്നുണ്ട്, അങ്ങനെ ചോളം. നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഒക്കെ എഴുതാം. ചോളം, പൈനാപ്പിൾ, മെയ്സ്, ടപ്പിയോക്ക, അങ്ങനെ കുറെ ഐറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, Okay. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ ഒന്നും പുസ്തകം പോലും കാണാതെ പോയ കാരണം 7 എണ്ണത്തിൽ നിങ്ങൾക്ക് 5 എണ്ണം എഴുതിയാലും മതി. അപ്പം കുറച്ചുകൂടി സിമ്പിൾ ആണല്ലേ, സ്കോർ ചെയ്യാനൊക്കെ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇനി ഇല്ലെങ്കിൽ പ്രശ്നമാക്കണ്ട, നമുക്ക് അടുത്ത എക്സാം അടിപൊളിയാക്കാവുന്നല്ലോ. ഓക്കെ ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുകയാണ്. ഇനി അല്ലെങ്കിൽ തന്നെ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ചാപ്റ്റേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇനി ഓർക്കുക, എല്ലാ ചാപ്റ്റേഴ്സിന്റെ ലൈവുകളും നമ്മുടെ ചാനലിൽ തന്നെ കാണുമായിരിക്കും. അതേപോലെ കുറെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലൊക്കെ ജോയിൻ ചെയ്യണം. യെസ്, അപ്പൊ അതുകൊണ്ട് ഓർക്കുക. അപ്പം ഇനി അറിയാത്ത അപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് എല്ലാം അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ പറയണം, അവരോട് പറഞ്ഞത് ആൻസർ ഒക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് തരുന്നുണ്ട്. അവർ അടിപൊളി ടീച്ചേഴ്സ് ആണ് അല്ലേ, വെറുതെ പറഞ്ഞോളാം. അടിപൊളിയാണ്, അതെ, ഞങ്ങൾ അടിപൊളിയാണ്. നമ്മള് കുറച്ചായിട്ടല്ലേ കാണാൻ തുടങ്ങിയിട്ടുള്ളൂ, കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കളികൾ കാണാൻ പോകുന്നുള്ളൂ. നമുക്ക് അടിച്ചു പൊളിച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആക്കാം. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് തരാൻ ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഇനി നമുക്ക് തിരിച്ച് സപ്പോർട്ട് ചെയ്യണം. അതെങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ നോട്ട്സും കാര്യങ്ങളെല്ലാം അവിടെ ആയിരിക്കും വരുന്നത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ എന്ത് ചെയ്യാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. ഇവിടെ അതേപോലെ തന്നെ ലൈക്ക് വ്യൂസിന്റെ പോലെ ഒന്നും ആയില്ല. അപ്പൊ എല്ലാരും പെട്ടെന്ന് ലൈക്ക് ഒക്കെ ചെയ്തു പോയാൽ നമുക്ക് കൂടുതൽ, നിങ്ങളാണ് ഞങ്ങളെ എനർജറ്റിക് ആക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ആൻസർ എല്ലാം സെറ്റ് ആക്കി തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് 5ാം ക്ലാസ്സിന്റെ പവർ ബാക്കിയുള്ളവരുടെ എജുപോർട്ട് 5ാം ക്ലാസ് ഒന്നും അത്ര നിസ്സാരക്കാരല്ല. അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അടുത്ത എക്സാംസും അടിപൊളിയായിട്ട് എഴുതാം. മാത്സ് ഇനി വരുമ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടെ വിളിച്ചുകൊണ്ട് വരാം. നമ്മൾ ഇനി ചാപ്റ്റേഴ്സ് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ആക്കും. ഓക്കെ, ടയർഡ് ആയിരിക്കല്ലോ. ബൈ.